യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 14-ാം ദിനം. ആകയാൽ നാളും നാഴികയും അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ചിട്ടകളും പ്രമാണങ്ങളും വളരെ ലളിതവും സുന്ദരവുമായിരുന്നു. തന്നെ അനുഗമിച്ചതായ ജനത്തോട് ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ പ്രധാനമായും ഉപമകളിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ ഉപമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ 10 കന്യകമാരും മണവാളനെ എതിരേൽപ്പാൻ ക്ഷണം ലഭിച്ചവർ ആയിരുന്നു. എന്നാൽ 5 കന്യകമാർക്ക് മാത്രമേ മണവാളനോടൊപ്പം ആഘോഷവേളയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതുള്ളൂ. മറ്റ് 5 കന്യകമാർ അവർക്ക് ലഭിച്ച ക്ഷണത്തെ ബുദ്ധിപൂർവമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ക്ഷണം ഒരുപോലെ ആയിരുന്നു എങ്കിലും ക്ഷണത്തെ വിവേകത്തോടും ബുദ്ധിയോടും സ്വീകരിച്ചവർ 5 പേർ മാത്രമായിരുന്നു. അതുകൊണ്ട് ആ വിളിക്കൊപ്പം എണ്ണ കരുതുകയും മണവാളനോടൊപ്പം കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. സദൃശ്യവാക്യം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ ഒരുപക്ഷെ അവർ ലഭിച്ചതായ സമയങ്ങൾ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ക്ഷണം ലഭിച്ചപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുവാൻ സാധിക്കാതെ പോയത്. എന്നാൽ ക്ഷണത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ കൊട്ടിയടച്ചപ്പോൾ അവർ കണ്ട സ്വപ്നങ്ങളും അവർ കൊണ്ട സാധ്യതകളും ഒക്കെ തകരുവാനായിട്ട് ഇടയായി. മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശം പരത്തേണ്ടതായ നാം ഈ നോമ്പ് നാളുകളിൽ വിളക്ക് കെട്ടുപോയ കന്യകമാരുടെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ സാക്ഷ്യവും ദർശനങ്ങളും നഷ്ടപ്പെടുന്നതുമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ? പ്രിയരെ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. ഒരുക്കത്തോടും ഉണർവോടും കൂടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ക്രിസ്തു നൽകുന്ന ശരീരങ്ങളായി നമ്മെ തന്നെ മാറ്റി ദൈവത്തിന് ഹിതകരമായ ജീവിതങ്ങളെ ഒരുക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ക്ഷണത്തിനായിട്ട് കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.